ഹലോ ഗായ്സ്. അപ്പം നമുക്ക് ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. പുറത്തു പോകാനൊക്കെ ആയിട്ടുണ്ട്. ഇതൊക്കെ അച്ഛൻ്റെ പൂന്തോട്ടത്തിലത്തെ ചെടികളാണ് കേട്ടോ. കുറേ പൂക്കളുണ്ട്. എല്ലാം കൂടി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഈ റോസാപ്പൂ പൊട്ടിച്ച് തലയിൽ വെക്കണേക്കാട്ടും ഇതുപോലെ ചെടിയുടെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണാനാണ് ഭംഗി. അപ്പോൾ നമ്മളാരും പൊട്ടിക്കാറില്ല കേട്ടോ. ഇങ്ങനെ തന്നെ നിർത്താണ് ചെയ്യാറുള്ളത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ നോക്കുക കേട്ടോ വേഗം. പുറത്ത് പോകേണ്ടതല്ലേ. അപ്പോൾ രാവിലെ ഇഡ്ഡലി സാമ്പാറുമാണ് ഉണ്ടാക്കിയത്. പിന്നെ നാട്ടിൽ വരുമ്പോൾ അമ്മ ഉണ്ടാക്കി തരുന്ന ഫുഡ് കഴിക്കാനാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലേ. പലപ്പോഴും അതൊക്കെ മിസ് ചെയ്യാറുണ്ട്. പിന്നെ അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യും കേട്ടോ. വെജിറ്റേറിയൻ ആണെങ്കിലും നോൺ വെജിറ്റേറിയൻ ആണെങ്കിലും എല്ലാം നന്നായിട്ട് വയ്ക്കും. സാമ്പാർ, മത്തിക്കറി, മുളകിട്ട മത്തിക്കറിയൊക്കെ നന്നായിട്ട് വയ്ക്കും. നാളികേരം ചിരകുക, വെജിറ്റബിൾസ് കട്ട് ചെയ്യുക, പാത്രം കഴുകുക, ഡ്രസ് വാഷ് ചെയ്യുക, അടിച്ചു വാരുക, തുടയ്ക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഞാൻ ചെയ്യും. പിന്നെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കാറുണ്ട്. പിന്നെ കുക്കിംഗ് ഒന്നും അങ്ങനെ കാര്യമായിട്ട് വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പോൾ ഇഡ്ഡലി സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട്, ചായ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സുകളൊക്കെ അയൺ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കാനുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഏട്ടനും നാത്തൂനും ഒരു മോനുണ്ടായി. അപ്പം മോൻ്റെ പേരിടൽ ചടങ്ങിന് ഇരിക്കാനുള്ള ഗോൾഡും പിന്നെ ചടങ്ങിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഈ ഫംഗ്ഷനൊക്കെ നടന്നിട്ട് കുറച്ചായി കേട്ടോ. ആമിക്കുട്ടിയൊക്കെ കുറച്ച് ചെറുതായിരുന്ന സമയത്തായിരുന്നു. അപ്പോൾ എന്തായാലും ആ വ്ളോഗൊന്ന് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ആമിക്കുട്ടിക്ക് അന്ന് മാസ്ക് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും വെക്കണം നിർബന്ധമായിരുന്നു. അങ്ങനെ നമ്മൾ ജ്വല്ലറിയിലെത്തി. നമ്മുടെ ടൗണിൽ തന്നെയുള്ള ജ്വല്ലറിയാണ് കേട്ടോ. ഇവിടെ കുട്ടികളുടെയും വലിയവരുടെയും ഒക്കെ ആയിട്ട് ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പം മോന് വേണ്ടിയിട്ട് നമ്മൾ ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഗോൾഡൊക്കെ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത് ഗുരുവായൂർ കുന്നംകുളം ആ റൂട്ടിലാണ്. വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും ഉണ്ട് കേട്ടോ. കുറച്ചു നേരം വെയിറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. പക്ഷെ നല്ല ഫുഡാണ് കേട്ടോ. അപ്പോൾ ദൂരെ നിന്നൊക്കെ ആരെങ്കിലും വരുമ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് നോക്കുകയാണെങ്കിൽ ഗുരുവായൂർക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ തിരിച്ച് വരുമ്പോഴൊക്കെ ഫുഡ് കഴിക്കണമെന്ന് നല്ല റെസ്റ്റോറൻറ്റ് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. നമ്മുടെ കോമള ബേക്കറിയുടെ തൊട്ടാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത്. അപ്പോൾ അച്ഛൻ താലി മീൽസാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പിന്നെ ഒരു ഗോബി ചില്ലിയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളൊക്കെ ബിരിയാണിയാണ് കഴിച്ചത് കേട്ടോ. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ മോനുള്ള കുറച്ച് ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷോപ്പിൽ നല്ല തിരക്കായ കാരണം പിന്നെ അവിടുത്തെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ ഇത് വേറൊരു ദിവസം പോയിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. ചടങ്ങിന് വേണ്ടിയിട്ടുള്ള വയമ്പ്, ചന്ദനം, പീനാറി അങ്ങനെയുള്ളതൊക്കെ വാങ്ങിച്ചു. പിന്നെ മോന് കാലുമേൽ ഇടിക്കാനുള്ള തളയും വാങ്ങിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ മോന് വാങ്ങിയിട്ടുള്ള ഡ്രസ്സുകൾ കേട്ടോ. ഡ്രസ്സും പിന്നെ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. എപ്പോഴും ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ ഈ ഒരു ടൈപ്പിലുള്ള കോട്ടൻ്റെ ഡ്രസ്സുകൾ എപ്പോഴും വാങ്ങിക്കണതാണ് നല്ലത്. പിന്നെ കുറച്ച് കഴുത്തൊക്കെ കുറച്ച് ഇറക്കമുള്ള ടൈപ്പ് ഡ്രസ്സ് ഇടിക്കാനൊക്കെ എളുപ്പമായിരിക്കും. പിന്നെ അതുപോലെ ബട്ടൺസോ സിബോ അങ്ങനെയൊക്കെയുള്ള ഡ്രസ്സ് കഴുത്ത് കൂടെ ഇറക്കുന്നതിനെക്കാട്ടും കൂടുതൽ നല്ലത് ഇതുപോലെ ബട്ടൺസ് ഉള്ളതോ അല്ലെങ്കിൽ സിബുള്ളതോ അങ്ങനത്തെ ഒക്കെ ആയിട്ടുള്ള ഡ്രസ്സ് വാങ്ങിക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. പിന്നെ ഈ ഡ്രസ്സിൻ്റെ ഒക്കെ കൂടെ ട്രൗസേഴ്സും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറേ ആഗ്രഹിച്ചെടുത്താണ് ഈ ഒരു ഡ്രസ്സ്. അതപ്പോൾ ഇടാൻ പറ്റണതായിരുന്നില്ല, കുറച്ച് വലുതായിരുന്നു. പിന്നെ ഞാൻ ഈ ഒരു ഡ്രസ്സിൻ്റെ വൈറ്റും ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റും ബ്ലൂ അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ അത് കിട്ടിയില്ല. പിന്നെ നല്ല ക്യൂട്ടായിട്ട് കണ്ടപ്പോൾ 1-2 ടോയ്സും എടുത്തു. ഇതൊന്നും വെച്ച് കളിക്കാറൊന്നും ആയിട്ടില്ല, എന്നാലും കണ്ടപ്പോൾ അങ്ങനെ എടുത്തതാണ്. പിന്നെ ഈ ഒരു പൗഡർ, ലോഷൻ, ഷാമ്പൂ ഇതെല്ലാം കൂടി വരുന്ന ഈ ഒരു സെറ്റ് വാങ്ങിച്ചു. പിന്നെ എക്സ്ട്രാ കുറച്ച് സോപ്പ്, ക്രീം, വൈപ്സ്, ഡ്രസ്സ് വാഷ് ചെയ്യാനുള്ള ലിക്വിഡ്, ഡയപ്പർ അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു. ആമിക്കുട്ടി അല്ലാതെ നമ്മുടെ വീട്ടിൽ ഒരു വാവയും കൂടി വന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്നിട്ട് ഇതുപോലെ സന്തോഷം പങ്കിടാൻ പറ്റുന്നത് ആദ്യമായിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.